രാമായണ വ്യാഖ്യാനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശ്രീരാമചന്ദ്രസ്വാമിയും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും ഒക്കെ പുരവാസികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ആനന്ദം നൽകുന്ന രീതിയിൽ അവരുടെ ബാല്യകാലത്തെ ആസ്വദിക്കുകയാണ്. ആ കുട്ടികളുടെ ക്രീഡ ജനങ്ങൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്നതായിരുന്നു. ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി അയോധ്യയിലേക്ക് വരികയാണ്. ദശരഥ മഹാരാജാവ് സസംഭ്രമം ചെന്ന് അദ്ദേഹത്തിന് ഉപചാരപൂർവ്വം സ്വീകരിച്ചിരുത്തി. എന്നിട്ട് ആദ്യം തന്നെ ഒരു വാക്കും കൊടുത്തു. എന്താ വാക്ക്? അങ്ങ് എന്താണോ ആവശ്യപ്പെടുന്നത് അത് ഞാൻ സാധിച്ചു തരും. അങ്ങേപ്പോലുള്ള മഹാന്മാരെ ഈ രാജ്യത്തെ ഈ പ്രദേശത്തെ സന്ദർശിക്കുക എന്ന് പറയുന്നത് തന്നെ ഈ പ്രദേശത്തിൻ്റെ ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. അതുകൊണ്ട് അങ്ങ് എന്ത് പറഞ്ഞാലും അത് ഞാൻ സാധിച്ചു തരും, ഒരു സംശയമില്ല. അപ്പോൾ വിശ്വാമിത്രൻ വളരെ സന്തോഷത്തോടെ പ്രസന്നനായിട്ട് പറഞ്ഞു, ഞാൻ എല്ലാ വർഷവും അമാവാസി തോറും പിതൃക്കൾക്കായിട്ട് യാഗം നടത്താറുണ്ട്. ഇപ്പോൾ ഭാരതീയ സംസ്കാരത്തിൽ പിതൃക്കളെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിതൃക്കളെ ഓർമ്മിക്കുക, അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക, പിതൃക്കളെ സ്മരിക്കുക, നമസ്കരിക്കുക, പിതൃകർമ്മങ്ങൾ ചെയ്യുക, ഇതൊക്കെ ഭാരതീയ സംസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളാണ്. വിശ്വാമിത്രൻ പറഞ്ഞു, ഞാൻ വർഷം തോറും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യാഗം എല്ലാ തവണയും മുടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേരവിടെയുണ്ട്. രാക്ഷസന്മാരായിട്ട് മാരീചൻ, സുബാഹു ഇത്യാദികളായിട്ടുള്ള രാക്ഷസന്മാർ, അവരുടെ കൂട്ടാളികൾ എല്ലാ സമയവും വന്ന് യാഗം മുടക്കും, യാഗം അശുദ്ധാക്കും. ആ സമയത്ത് അവരെ നേരിടാൻ എനിക്ക് അങ്ങയുടെ പുത്രന്മാരെ വേണം, രാമനെയും ലക്ഷ്മണനെയും വേണം. ഈ രണ്ട് കുട്ടികളെ വേണം യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ ഈ യാഗരക്ഷ അതിനായിട്ട് ഇവരെ കൊണ്ടുപോകുന്ന ഈ ഒരു സമയമാണ് ശ്രീരാമചന്ദ്രസ്വാമിയും ലക്ഷ്മണനും അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ട ദണ്ഡകാരണ്യം പോലുള്ള ഭാഗങ്ങളിൽ അവരെന്താണോ ചെയ്യേണ്ടുന്നത്, എന്താണോ ആചരിക്കേണ്ടത്, അതിൻ്റെ ബാലപാഠം, അതിൻ്റെ അടിത്തറ തുടങ്ങുന്നത് ഈ യാഗരക്ഷയിലാണ്. വിശ്വാമിത്രൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളിലാണ് അവരുടെ അടിത്തറ. കാരണം അവർ ജീവിതത്തിൽ രാവണനെ നേരിടേണ്ടവരാണ്. അതിശക്തനായിട്ടുള്ള രാവണനെ നേരിട്ട് ഇല്ലാണ്ടാക്കിയിട്ട് ഈ ഭൂമിയെ രക്ഷിക്കേണ്ടവരാണ്. അതിന് ചെറുപ്പത്തിൽ തന്നെ ആ ക്രമത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഭാരതീയ സംസ്കാരത്തിൽ ക്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യസമയത്ത് വിദ്യാഭ്യാസം ചെയ്യുക എന്നുള്ളത്, ആചരണങ്ങൾ കൃത്യസമയത്ത് ചെയ്യുക എന്നുള്ളത്, ഈ ക്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ബാല്യകാലത്ത് തന്നെ കുട്ടികളെ അതിന് ശക്തരാക്കുക, അവരുടെ ഉദ്യമത്തിന് ശക്തരാക്കുക. അതിനു വേണ്ടിയിട്ടാണ് വിശ്വാമിത്രൻ വരുന്നത്. പക്ഷേ ദശരഥ മഹാരാജാവിനെ സംബന്ധിച്ചിടത്തോളം പുത്രനായിട്ടുള്ള രാമനെ വളരെ ലാളിച്ച് ഓമനിച്ച്, അതും അവസാനം ഈ ഒരു വാർദ്ധക്യകാലത്ത് കിട്ടിയിട്ടുള്ള സന്താനമാണ്. സന്താനങ്ങളില്ലാണ്ട് കുറേ കാലം കഴിഞ്ഞ് ദുഃഖങ്ങൾ അനുഭവിച്ച്, ദുരിതങ്ങൾ അനുഭവിച്ച്, എല്ലാ സുഖമുണ്ട്, സൗകര്യമുണ്ട്, രാജഗൃഹമുണ്ട്, കൊട്ടാരമുണ്ട്, എല്ലാ വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ ദുഃഖമായിട്ട് സന്താനമില്ല എന്നുള്ളൊരു ദുഃഖം, എല്ലാ സുഖങ്ങളെയും ദുഃഖത്തിലേക്ക് മാറ്റാൻ കഴിയുന്നത്ര ശക്തമായിട്ടുള്ളൊരു ദുഃഖം അദ്ദേഹം അനുഭവിച്ചതാണ് കുറേ കാലം. അതൊന്ന് അവസാനിച്ചത് ഈ 4 സന്താനങ്ങളെ കിട്ടിയപ്പോഴാണ്. അതിൽ തന്നെ വിശിഷ്യ രാമനോട് അദ്ദേഹത്തിന് വളരെ പ്രേമമുണ്ടായിരുന്നു, വളരെ സ്നേഹമുണ്ടായിരുന്നു. രാമനോടാണ് ഏറ്റവും സ്നേഹം. അതുകൊണ്ടാണ് കൈകേയിക്ക് വാക്ക് കൊടുക്കണ സമയത്ത് പോലും അദ്ദേഹം പറയുന്നത്, എൻ്റെ പ്രിയനായിട്ടുള്ള, പ്രാണനേക്കാളും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ രാമനാണേ സത്യം എന്നാണ് വാക്ക് കൊടുക്കും അദ്ദേഹം പറയുന്നത്. അത്രയ്ക്ക് സ്നേഹിക്കുന്ന രാമനെ എങ്ങനെയാണ് ഞാൻ ഈ ചെറിയ പ്രായത്തിൽ വിട്ടുകൊടുക്കുക, അതും രാക്ഷസന്മാരെ നേരിടാൻ? അദ്ദേഹം പറഞ്ഞു, പറ്റില്ല. വസിഷ്ഠനോട് പറയുക, വിശ്വാമിത്രനോട് നേരിട്ട് പറഞ്ഞില്ല. എങ്ങനെയാ പറയുക? ഈ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നാടിനെയും നഗരത്തെയും കുലത്തെയും ഒക്കെ ശപിച്ചില്ലാണ്ടാക്കും, ഭസ്മാക്കും. അത്രയ്ക്ക് ക്രുദ്ധനായി കഴിഞ്ഞാൽ പിടിച്ചു കെട്ടാൻ പറ്റാത്ത ആളാണ് ആര്? വിശ്വാമിത്രൻ. അദ്ദേഹത്തിൻ്റെ ക്രോധം വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് എന്താ ചെയ്യുക? അവിടെയാണ് വസിഷ്ഠൻ എന്ന് പറയുന്ന യഥാർത്ഥ ഒരു ഉപദേശി, യഥാർത്ഥ ഗുരുനാഥനെ നമ്മൾ കാണുക. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ട് തരണം ചെയ്യാനുള്ള മാർഗം തൻ്റെ ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നതാണ്. യഥാർത്ഥ ഗുരുനാഥൻ്റെ ലക്ഷണത മാർഗദർശിയാണ്. ആ ഗുരുനാഥൻ പറഞ്ഞു, അങ്ങ് ആദ്യം ഒരു കാര്യം അറിയാം, രാമൻ സാധാരണ ഒരു മനുഷ്യനല്ല. അങ്ങ് പൂർവ്വജന്മത്തിൽ മുൻപ് കശ്യപ പ്രജാപതിയായിരുന്നു. അങ്ങയുടെ ഭാര്യയായിട്ടുള്ള കൗസല്യാദേവി അതിഥിയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും അതികഠിനമായിട്ടുള്ള തപസ്സനുഷ്ഠിച്ചിട്ട് ഭഗവാനോട് വരം വാങ്ങിയിട്ടുണ്ട്. എന്താ വരം? അങ്ങ് സ്വന്തം പുത്രനായിട്ട് ഞങ്ങൾക്ക് ജനിക്കുക, ഞങ്ങളുടെ പുത്രനായിട്ട് അങ്ങ് ജനിക്കുക. ആ വരം ഭഗവാൻ ഇന്ന് ശ്രീരാമചന്ദ്രസ്വാമിയുടെ രൂപത്തിൽ സാധിച്ചു തന്നിരിക്കുകയാണ്. സാക്ഷാൽ ആദിനാരായണനാണ് അങ്ങയുടെ പുത്രൻ, സാധാരണക്കാരനായിട്ടുള്ള ഒരു കുട്ടിയല്ല.
രാവണൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ക്രൂരകർമ്മങ്ങൾ കൊണ്ട് ഭൂമിയുടെ ഭാരം വർദ്ധിച്ചപ്പോൾ ആ ഭൂഭാരത്തെ തീർക്കാൻ വേണ്ടി ഭഗവാൻ സ്വയം അവതരിച്ചതാണ്. അതിന് നിയോഗമായിട്ടാണ് അങ്ങേ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആദ്യം അത് മനസ്സിലാക്കുക. അവിടെ ജനകൻ്റെ കൊട്ടാരത്തിൽ ഒരാൾ ജീവിക്കുന്നുണ്ട്, വസിക്കുന്നുണ്ട്. ഈ ഭഗവാനുമായിട്ട് ചേരേണ്ട ആൾ യോഗമായാദേവി, സീതാദേവി. ഇതൊക്കെ മുന്നേ നിശ്ചയിച്ചിട്ടുള്ളതാണ്. രാവണൻ്റെ അധർമ്മത്തിൽ നിന്ന് ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നേ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ 2 സന്താനങ്ങളെയും ഇദ്ദേഹത്തിൻ്റെ കൂടെ വിടുക. നല്ലതേ സംഭവിക്കും. കല്യാണം മാത്രമേ ഉണ്ടാവും, സംശയിക്കണ്ട. അപ്പോൾ വിശ്വാമിത്രൻ ഇവരെ കൊണ്ടുപോവുകയാണ്, വളരെ സന്തോഷത്തോടെ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ഈ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ബാലന്മാരാണ്, നിങ്ങൾക്ക് വിശപ്പും ദാഹം ഉണ്ടാവും. ആ വിശപ്പും ദാഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 2 മന്ത്രങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ബല, അതിബല എന്നീ 2 മന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്തു. ആ ഗുരുനാഥനും 2 കുട്ടികളും അധർമ്മത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ആ ചെറിയ പ്രായത്തിൽ തുടങ്ങുകയാണ് യാത്ര. ആ കുട്ടികൾ അങ്ങനെയുള്ള ആ മഹാഗുരുനാഥനായിട്ടുള്ള വിശ്വാമിത്രൻ ആ മഹർഷീശ്വരനെയും ശ്രീരാമചന്ദ്രസ്വാമിയെയും ലക്ഷ്മണനെയും സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ.